മെയ് 4-ാം തീയതിക്ക് ഏകദേശം ഇന്ന് 26 8 ദിവസമാണ് ബാക്കിയുള്ളത്. പേടിച്ച് വിറക്കുകയാണ് CPM. അതായത് CPM-ന്റെ 3 മന്ത്രിമാർ 8 കുടുങ്ങും. ഒരുപക്ഷെ 2 മന്ത്രിമാർ 100% കോൺഗ്രസ് എങ്ങാനും കേസ് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അറസ്റ്റിലേക്ക് പോകും. ആരാണ് ആ മന്ത്രിമാർ ഒന്നൊന്നായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. നമ്മൾ 24-ന്റെ ആഷ്മി താജ് ഇബ്രാഹിമിനോട് ഒരു ചോദ്യം. കേരളത്തിൽ ആര് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി വരണം? അതിനുള്ള ഉത്തരം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ആ ഉത്തരം നമുക്ക് ആദ്യം കേട്ടു നോക്കാം, പിന്നെ അത് എന്തുകൊണ്ടെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നാൽ ആര് മുഖ്യമന്ത്രിയാകും എന്നൊരു അഭിപ്രായം ചോദിച്ചാലോ എല്ലാവരോടും? ആര് മുഖ്യമന്ത്രി ആഗ്രഹം എന്ന അഭിപ്രായം ചോദിച്ചാലോ എല്ലാവരോടും? ഇവരോടും ചർച്ചകൾ എക്സ്റ്റൻഷൻ കാശ്മീർ തുടങ്ങാം. അതായത് കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിച്ചാൽ, UDF-ന് ഭൂരിപക്ഷം ലഭിച്ചാൽ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? കാശ്മീർ താജ് ഇബ്രാഹിം. ആ ക്യാമറ നോക്കി അങ്ങ് പറഞ്ഞു. വ്യക്തിപരമായ എന്റെ ആഗ്രഹം അത് VD സതീശനാണോ എന്നാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞോട്ടെ. അത് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങേയറ്റം ഇല്ലാതായി പോയ ഒരു കോൺഗ്രസിന് മുന്നണി നയിച്ചു എന്നതുകൊണ്ടല്ല, ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ ബൈ ഇലക്ഷനുകൾ തദ്ദേശം ലോക്സഭ വിജയിപ്പിച്ചു എന്നതുകൊണ്ടല്ല. ഇവിടെ VD സതീശനെ വെള്ളാപ്പള്ളി നടത്തി എതിർക്കുകയാണ്. അതിന് കാരണം രാഷ്ട്രീയമായ കാരണമല്ല. നഗത്തളങ്ങൾ അന്വേഷിച്ച് നന്നായി മനസ്സിലാക്കാം. VD സതീശനെ G സുകുമാരൻ എതിർക്കുകയാണ്. അതും രാഷ്ട്രീയാതീതമായ കാരണങ്ങളാണ് നഗത്തളങ്ങൾ അന്വേഷിച്ച് അറിയാം. VD സതീശനെ RSS-ഉം SDPM പോലെ 2 വർഗീയ കക്ഷികൾ ഒരുപോലെ എതിർക്കുകയാണ്. അങ്ങനെ എതിർപ്പുണ്ടെങ്കിൽ ആ നേതാവിന് എന്തോ മെറിറ്റുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അല്ല വീഡിയോയുള്ള സ്നേഹം കൊണ്ടല്ല. RSS-ഉം SDPM ഒരാൾ വരരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആൾ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കും. 100% സത്യമല്ലേ? അതായത് ഞാനും നിങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു തരത്തിലുള്ള വർഗീയതയും വേണ്ട, SDPI-യുടെ വർഗീയതയും വേണ്ട, RSS-ന്റെ വർഗീയതയും വേണ്ട. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ഇവിടെ തൽക്കാലം നമ്മൾ മനുഷ്യന്മാരാണ്. ഒരേ ചോരയാണ്. ഇവിടെ ഒരു ദൈവമുള്ളൂ, അത് മനുഷ്യ ദൈവം. ഞങ്ങളെല്ലാവരും ഒന്നാണ്. എല്ലാ മതസ്ഥരും പെരുന്നാൾ ആഘോഷിക്കുന്നതും ഓണം ആഘോഷിക്കുന്നതും ക്രിസ്മസ്, ദീപാവലി തുടങ്ങിയതെല്ലാം ഒരൊറ്റ ദൈവത്തിലേക്കാണ് എത്തുന്നത്. അങ്ങനെ വിചാരിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയുള്ളവർ മതി നമുക്ക്. ആ വിഷയത്തിൽ നോക്കൂ നിങ്ങൾ, ഇവിടെ VD സതീശനെ SDPI-ക്കാർക്ക് കണ്ടാലാവുന്നില്ല. VD സതീശനെ നേരെ മറിച്ചിട്ട് RSS-നും കണ്ടാലാവുന്നില്ല. അതിന്റെ അർത്ഥം അദ്ദേഹം ഒരു നല്ലൊരു മതേതരവാദി എന്നല്ലേ? നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. ഒരു എക്സാമ്പിൾ പറയാം. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ മറ്റേ വെള്ളാപ്പള്ളി നടേശന്റെ ചങ്കാണ്. പിണറായി വിജയൻ ഏതെങ്കിലും ഒരു SDPI-ക്കാർ വിമർശിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ചില സമയത്ത് വരും എനിക്ക് SDPI-യുടെ വോട്ട് വേണമെന്നൊക്കെ പറയും, ചില സമയത്ത് വരും വേണ്ട എന്നൊക്കെ പറയും. അതാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. ഒരു കാര്യം പറയാം പൊന്നു മനുഷ്യന്മാരെ, 100-ൽ 101%. ഇനി ഏകദേശം 8 ദിവസമാണ് വോട്ടെണ്ണാനുള്ളത്. 100-ൽ 101% കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. അത് എത്ര സീറ്റിൽ നിന്നാണ് നമ്മൾ ഇലക്ഷന് ദിവസം എന്തിനും ഞാനും നിങ്ങളും TV-യുടെ മുമ്പിൽ നോക്കണം, എത്ര സീറ്റിലാണ് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് എന്നൊക്കെ. അപ്പൊ നമുക്ക് ആദ്യം കുടുങ്ങാൻ പോകുന്ന മന്ത്രി ആര്, അതിന്റെ ഒരു ചെറിയൊരു വാർത്തയുടെ ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, പൂർത്തിയാകും മുൻപ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ഗതാഗത മന്ത്രി ഭരിക്കുന്ന കേരളം ഇവിടെ എങ്ങനെ റോഡ് നിയമം പാലിക്കും? തലപ്പത്ത് തന്നെ ഇരിക്കുന്നവർ നിയമം ലംഘിച്ചു വന്നവരാകുമ്പോൾ ആ നാട്ടിൽ നിയമം എങ്ങനെ നടപ്പാക്കും? എങ്ങനെ അപകടങ്ങൾ ഇല്ലാതാകും? ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ലൈസൻസ് എടുത്തത് 18 വയസ്സിന് മുൻപ് എന്ന് പരാതിയും രേഖകളും. 18 തികയും മുൻപ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ആശാൻ ഇപ്പോൾ കേരളത്തിന്റെ ഡ്രൈവിംഗ് ആൻഡ് ഗതാഗത വകുപ്പ് മന്ത്രി വരെയായി. അപ്പോൾ മന്ത്രിമാരാകണമെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റി വേണമെന്ന് നോക്കുക. മന്ത്രി ഗണേഷ് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പൊതുപ്രവർത്തകൻ പായിച്ചിറ നവാസ് പരാതി നൽകി. എന്തൊക്കെയായിരുന്നു മിസ്റ്റർ ഗണേഷ് കുമാറെ, എന്തൊക്കെയായിരുന്നു ബളബള ചലപ്പള എന്നൊക്കെ. അതായത് ഗണേശന്റെ ഓരോ പ്രസംഗം ഡ്രൈവിങ്ങിനെ കുറിച്ചിട്ട് ഒരൊറ്റ കാര്യം പറയാം. ഗണേഷ് കുമാർ ഈ വലിയൊരു പദവി ഏറ്റെടുത്തതിന് ശേഷം കേരളത്തിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെങ്കിൽ എത്ര പണിയുണ്ട്. മിക്കവാറും എല്ലാവരും കർണാടകയിലോ മുംബൈയിലോ പോയിട്ട് അവിടെ ഡ്രൈവിംഗ് പഠിച്ചിട്ട് അവിടെയാണ് ലൈസൻസ് ഉണ്ടാക്കുന്നത്. കാരണം കേരളത്തിൽ കിട്ടുന്നില്ല. ഇതിനുള്ള കാരണം ഗണേഷ് കുമാറാണ്. ആ സമയത്ത് കുറെ പേര് കൈയടിച്ചു, വാഹനാപകടമൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ഗണേഷ് കുമാർ നല്ലവനാണ്, ഓക്കെ പ്രശ്നമില്ലെന്നാണ് ചിലർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഗണേഷ് കുമാറിനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് 17 വയസ്സ് ലൈസൻസ് എടുക്കാവോ? നിങ്ങൾ മന്ത്രി എന്ന പേരിൽ എന്ത് വൃത്തികേട് വേണമെങ്കിൽ ചെയ്യാമോ? ഇത് എവിടുത്തെ നിയമമാണ്? ഇതൊക്കെ നല്ല രീതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഗണേശന് ഉണ്ടതെന്നും. ഓക്കെ, ഒരു കാര്യം പറയാം പൊന്നു മനുഷ്യന്മാരെ, കേരളം ഭരിക്കുന്നത് 10 വർഷമായിട്ട് പിണറായി വിജയനാണ്. ആ സമയത്ത് എന്തുകൊണ്ടാണ് ഇതൊക്കെ പൊങ്ങി വരാത്തത്? ഗണേശൻ ലൈസൻസ് എടുത്തത് 17 വയസ്സിന്, അപ്പോ എന്തുകൊണ്ടാണ് പൊങ്ങി വരാത്തത്? അതായത് അറിഞ്ഞു പിണറായി വിജയന് ഒരു കാര്യം ഉറപ്പായി,
100-ൽ 101% ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പോകുന്നു. അതുകൊണ്ട് രക്ഷ തേടണം. ഇപ്പൊ കോൺഗ്രസ് എങ്ങാനും അധികാരത്തിൽ വന്നിട്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് ഗണേശന്റെ ഈ കള്ളത്തരം പിടിക്കുന്നെങ്കിൽ വലിയ വിവാദമാവും. ഇപ്പോ ഇത് പിടിച്ചാൽ എന്തെങ്കിലും മിണ്ടിയിട്ടും വെച്ചിട്ടും വി.ഡി. സതീശന്റെ കാലും കൈയൊക്കെ പിടിച്ചിട്ട് എന്നെ ഒന്ന് മാപ്പാക്കണം, എന്നെ ഒന്ന് പൊറുക്കണം, എന്നെ ജയിലിൽ അടക്കണ്ട എന്ന് കരഞ്ഞ് കാല് പിടിച്ചാൽ ഒരു പക്ഷെ രക്ഷപ്പെടും. അതിനു വേണ്ടിയിട്ട് ചെയ്ത തെറ്റുകളൊക്കെ ഇപ്പൊ പറഞ്ഞു തീർക്കുകയാണ്. ഒരു കാര്യം കൂടി പറയുകയാണ് പൊന്നു മനുഷ്യന്മാരെ, ഇന്നലകളിൽ വന്ന ഒരു വാർത്ത, അതായത് നമ്മളൊക്കെ വോട്ടിട്ട് വെച്ച മിഷനൊക്കെ സൂക്ഷിച്ച ഒരു റൂമുണ്ടല്ലോ, അതിൻ്റെ അകത്തേക്ക് പിണറായി വിജയൻ ഒരു പ്രഖ്യാപിക്കുകയാണ്. അവിടെ എന്തോ ഒരു കറണ്ടിൻ്റെ എന്തോ കുറവുണ്ട്, അതിൻ്റെ അകത്ത് പോയി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-3 ഉദ്യോഗസ്ഥർ അതിൻ്റെ അകത്തേക്ക് നമ്മൾ വിടണമെന്നാണ്. വി.ഡി. സതീശനും ഷാഫി പറമ്പിലും നല്ല എതിർത്തിട്ടാണ് അതിനെ ഒഴിവാക്കിയത്. കറണ്ട് ഇല്ലെങ്കിൽ വേണ്ട എന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. ഉടായിപ്പല്ലേ, നോക്കൂ നിങ്ങൾ, അതിൻ്റെ അകത്തേക്ക് കറണ്ട് റെഡിയാക്കാനെന്ന് പറഞ്ഞിട്ട് 3 പേര് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള വോട്ടിംഗ് മെഷീൻ മൊത്തത്തിൽ തകർത്ത് തരിപ്പണമാക്കും. എന്തായാലും എല്ലാം പിണറായി വിജയന്റെ പോലീസാണ്. ഇപ്പോൾ മറ്റന്നാൾ മെയ് 4 വരെ പിണറായി വിജയന് പവർ ഉണ്ട്. പിണറായി വിജയൻ എന്ത് പറഞ്ഞാലും പോലീസ് അത് സ്വീകരിക്കും. ഈ പാവപ്പെട്ട എന്നെ അപ്പോൾ ഇടിച്ച് അറസ്റ്റ് ചെയ്യൂന്ന് പറഞ്ഞാൽ എനിക്കൊരു പക്ഷേ പീഡന കേസും വരും, കഞ്ചാവ് വിറ്റ കേസും വരും, മറ്റേ MDMA കൊണ്ടുപോയ കേസും വരും. പോലീസുകാർക്ക് ഒരു പേപ്പറിൽ എഴുതിയെടുത്താൽ മതിയാവുന്നല്ലോ. പറഞ്ഞത് പിണറായി വിജയനാണെങ്കിൽ അങ്ങനത്തെ ഒരു നിയമത്തിലേക്ക് എത്തി നമ്മുടെ കേരളം. പറഞ്ഞിട്ട് കാര്യമില്ല പൊന്നു മനുഷ്യന്മാരെ. അപ്പോൾ രണ്ടാമത് ആരാണ് കുടുങ്ങാൻ പോകുന്നത്? ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് ആണ്. ഉറപ്പായിട്ടും 100-ൽ 101% കുടുങ്ങാൻ പോകും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും കേട്ട ഒരു വാർത്തയാണ്, വീണ ജോർജ് തന്നെ സമ്മതിക്കുന്നു, അന്ന് ഊന്തും തള്ളും ഒന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ വെറുതെ പോയി കിടന്നതെന്ന് ഇന്നലെയോ കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിലാണ് വീണ ജോർജ് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? പേടിച്ചിട്ടാണ് പറഞ്ഞത്. ഈ മിഞ്ഞാന്ന് വരെ, അതായത് ഈ സംഭവം എന്ന് നടന്നു, അപ്പോ ഈ വീണ ജോർജ് പറഞ്ഞത് KSU കോൺഗ്രസിന്റെ പ്രവർത്തകർ എന്നെ കൊല്ലാൻ വന്നു എന്നല്ലേ ഈ വീണ ജോർജ് പറഞ്ഞത്. എന്നാൽ 2 ദിവസം മുമ്പ് മാറ്റി പറയുകയാണ്, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. അതിന്റെ കാരണം എന്താണ് പൊന്നു മനുഷ്യന്മാരെ? കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായത് കൊണ്ട് വീണ ജോർജിനെ അറിയും. അതിനെ വി.ഡി. സതീശൻ അന്വേഷിച്ചു കഴിഞ്ഞാൽ, ഞാൻ കുറ്റക്കാരി എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മിനിമം 3 വർഷമെങ്കിലും എന്നെ ജയിലിലടക്കും. അതുകൊണ്ട് ഇപ്പൊ പറയുകയാണ്, വി.ഡി. സതീശ നീ എന്നോട് പൊറുക്കണം സതീശ എന്ന് പറഞ്ഞിട്ട് കാലും കൈയും പിടിച്ചിട്ട് പറയുകയാണ് വീണ ജോർജ്, എന്നോട് മാപ്പാക്കണം, എന്നോട് പൊറുക്കണം, അന്ന് ഞാൻ പച്ചക്കള്ളം പറഞ്ഞു എന്ന് ഇപ്പൊ തന്നെ പറഞ്ഞ് കാല് പിടിക്കുകയാണ്. നാണമുണ്ടോ? ഇത്തിരിയെങ്കിലും ഉളുപ്പ് എന്ന് പറയുന്ന സാധനമുണ്ടോ? മൂന്നാമത് കുടുങ്ങാൻ പോകുന്ന മന്ത്രിയാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടി. അതിനുള്ള ഒരൊറ്റ എക്സാമ്പിൾ പറയാം. വാൽപ്പാറയിൽ മിഞ്ഞാന്ന് ആക്സിഡന്റായി. പൊന്നു മനുഷ്യന്മാരെ, എന്തൊക്കെ പ്രഖ്യാപനമാണ് പ്രഖ്യാപിച്ചത്. ഇയാളൊരു ആരോഗ്യമന്ത്രിയല്ലേ, ഇയാളൊരു വിദ്യാഭ്യാസ മന്ത്രിയല്ലേ. സ്കൂൾ കോളേജിൽ, അതായത് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് മരണപ്പെട്ടു പോയത്. അപ്പോൾ ആ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ധനസഹായവും ഞാൻ നൽകാം, ജീവിച്ചിരിപ്പുള്ള 2 പേർക്ക് ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ ചെലവും ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞ ശിവൻകുട്ടി മുങ്ങുകയാണ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇപ്പൊ ഏകദേശം 10:30 മണിയായി, രാവിലെ 10:30 മണിയാണ്. ഓക്കെ, ഈ 26 ഏപ്രിലാണ്, ഞായറാഴ്ചയാണ്. ഇങ്ങനെ പറയാൻ കാരണം, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ നിമിഷം വരെ വാൽപ്പാറയിൽ മരിച്ചുപോയ കുടുംബത്തിന് 1 രൂപ പോലും കിട്ടിയിട്ടില്ല. സർക്കാർ ഹോസ്പിറ്റലിലുള്ള 2 പേരെ സർക്കാർ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഇതുവരെയും. പിന്നെ എന്തിനാണ് പൊന്നു ശിവൻകുട്ടിയെ കഴിയാത്ത പണിക്ക് നിങ്ങൾ സമ്മതിക്കുന്നത്? അതുകൊണ്ട് ഇതിനെങ്ങാനും കോൺഗ്രസ് പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ, കോൺഗ്രസ് ഈ വിഷയത്തെ നല്ല രീതിയിൽ ചൂടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശിവൻകുട്ടിയും മുങ്ങും പൊന്നു മനുഷ്യന്മാരെ. അപ്പോൾ നമുക്ക് ഒരു വിഷയം കൂടി ചർച്ച ചെയ്തിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ആരാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി? നിങ്ങൾ ഓരോരുത്തരും വീഡിയോക്ക് താഴെ കമന്റ് ഇടണം, നിങ്ങളുടെ ഇഷ്ടം ആര് എന്ന്. അതായത് 3 പേരാണ് വരുന്നത്, KC വേണുഗോപാൽ, അതിനുശേഷം നമ്മുടെ വി.ഡി. സതീശന്, പിന്നീട് വരുന്ന പേരാണ് രമേശ് ചെന്നിത്തല. ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്ന 2 പേര്, ഒന്ന് രമേശ് ചെന്നിത്തലയുടെയും മറ്റൊന്ന് വി.ഡി. സതീശന്റെയുമാണ്. KC വേണുഗോപാലിന്റെ കാര്യം ആദ്യം ഞാൻ ചർച്ച ചെയ്യാം. പൊന്നുമനുഷ്യന്മാരെ, അദ്ദേഹം നല്ല കഴിവുള്ളവനാണ്, നല്ല രീതിക്ക് ഇംഗ്ലീഷ് അറിയും, ഹിന്ദിയൊക്കെ നല്ല രീതിക്ക് സംസാരിക്കുന്ന ഒരാളാണ്, ഇന്ത്യൻ പൊളിറ്റിക്സ് നല്ല രീതിയിൽ അറിയുന്ന ഒരാളാണ്. ഓക്കെ, അതായത് കേരളത്തെ പൊളിറ്റിക്സിനേക്കാളും കൂടുതൽ ഇന്ത്യൻ പൊളിറ്റിക്സ് നല്ല രീതിയിൽ അറിയുന്ന ഒരാളാണ് അദ്ദേഹം. നരേന്ദ്രമോദി കാണിക്കുന്ന ദുർബലമായ ഭരണത്തെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരാളാണ് അദ്ദേഹം. ഈ കേന്ദ്രത്ത് രാഹുൽ ഗാന്ധിക്കൊപ്പം അവിടെ പാർലമെന്റിൽ ഇരിക്കേണ്ട ഒരാളാണ്
അയാളെപ്പോലുള്ള ഒരാൾ കേരളത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പറയാൻ കാരണം കേരളത്തിൽ എത്രയോ വലിയ വലിയ നേതാക്കളുണ്ട്. ഒരു എക്സാമ്പിൾ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ, കെ മുരളീധരൻ, കെ സുധാകരൻ തുടങ്ങിയ ഇഷ്ടംപോലെ കേരള പൊളിറ്റിക്സ് അറിയുന്ന ഇത്രയും നേതാക്കൾ ഇരിക്കുന്ന കേരളത്തിലേക്ക് എന്തിനാണ് കെ സി വേണുഗോപാൽ വരുന്നത്? അതായത് ഞാനൊരൊറ്റ കാര്യം പറയാം, ഇന്ന് ഞാനും നിങ്ങളും കോൺഗ്രസ് 100-ൽ 101% വിജയിക്കുമെന്ന് നമ്മൾ പറയാനുള്ള കാരണം ഒന്ന് ചെന്നിത്തലയുടെയും ഈ പറയുന്ന വി ഡി സതീശൻ്റെയും ഗ്രൗണ്ടിലിറങ്ങി കളിച്ചത് കൊണ്ടാണ്. കെ സി വേണുഗോപാൽ ഡൽഹിയിൽ മിണ്ടാതെ, അതായത് ഇന്ത്യൻ പൊളിറ്റിക്സ് നല്ല രീതിയിൽ ഇടപെടുന്ന അയാൾ കേരള പൊളിറ്റിക്സിനെ ഇത്തിരിയെങ്കിലും മൈൻഡ് ചെയ്യാത്തെന്ന് പറഞ്ഞാൽ കേരള പൊളിറ്റിക്സിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരാൾ, കേരള പൊളിറ്റിക്സിനെ തിരിഞ്ഞു നോക്കാത്ത ഒരാൾ എന്തിന് മുഖ്യമന്ത്രി ആവണം? എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ കെ സി വേണുഗോപാൽ ഒരു മാർക്കിനും, അതായത് ആവണ്ട എന്നാണ്. അദ്ദേഹം നല്ല നേതാവാണ്, അദ്ദേഹം കേന്ദ്രത്തിരിക്കട്ടെ. പിന്നെ വരുന്ന 2 പേര്, രമേശ് ചെന്നിത്തല വേണോ വി ഡി സതീശൻ വേണോ? ആദ്യം തന്നെ രമേശ് ചെന്നിത്തലയുടെ കാര്യം പറയാം. പൊന്നു മനുഷ്യന്മാരെ, അതായത് ഉമ്മൻചാണ്ടി സാറിൽ നിന്ന് 5 വർഷം നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൽ നിന്ന് മുഖ്യമന്ത്രി ഇല്ലാതായ സമയത്ത്, ആ ഒരു സ്ഥാനം എന്നേക്കുമായിട്ട് ഇല്ലാതായ സമയത്ത് പ്രതിപക്ഷ നേതാവായിട്ട് വന്നത് രമേശ് ചെന്നിത്തലയാണ്. കഴിഞ്ഞ ഇലക്ഷൻ നമ്മൾ കണ്ടതാണ്, കോൺഗ്രസ് 8 നിലയിൽ പൊട്ടി. ഞാൻ രമേശ് ചെന്നിത്തലയെ വിമർശിക്കുന്നതല്ല. രമേശ് ചെന്നിത്തല ഈ പറയുന്ന അതുവരെ 5 വർഷം കേരളത്തിൽ LDF ഭരിച്ചാൽ 5 വർഷം UDF ഭരിക്കും, 5 വർഷം LDF UDF അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു സിസ്റ്റം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായതോടുകൂടി തുടർഭരണം പിണറായി വിജയന് കിട്ടുകയാണ്. ആ തുടർഭരണം കിട്ടാനുള്ള കാരണം കിറ്റ് കൊടുത്ത് പറ്റിച്ചതാണ്. അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. നോക്കൂ നിങ്ങൾ, അവിടെ തകർന്ന് തരിപ്പണമായി കോൺഗ്രസ്. മുഖ്യധാരാ മാധ്യമങ്ങളും കേന്ദ്രത്തിൽ ചില ആൾക്കാരും പറഞ്ഞു, ഇനി കേരളത്തിൽ മത്സരം BJPയും CPMും തമ്മിലാണ്. കോൺഗ്രസ് അവിടെ എന്നേക്കുമായിട്ട് ഇല്ലാതായി, കോൺഗ്രസ് എന്ന പ്രസ്താവന അവിടെ ഇല്ലാതായി എന്ന് പറയുമ്പോഴാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഉദിച്ചു വരുന്നതും പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി സതീശനെ പ്രഖ്യാപിക്കുന്നതും. അപ്പോൾ എൻ്റെ ലിസ്റ്റിൽ രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി ആവണ്ട ഈ പറഞ്ഞ വി ഡി സതീശനാണ്. അതിൻ്റെ കാരണം ഞാൻ പറയാം. കോൺഗ്രസ് തകർന്ന് തരിപ്പണമായ കോൺഗ്രസിനെ വി ഡി സതീശൻ ഒറ്റക്ക് നിന്നാണ് നയിച്ചത്. അതിൻ്റെ ചെറിയൊരു എക്സാമ്പിൾ പറയാം. പൊന്നു മനുഷ്യന്മാരെ, ഇന്ന് നിങ്ങൾ LDFന്റെ പ്രവർത്തകരോട് അല്ലെങ്കിൽ LDFന്റെ ഏതെങ്കിലും ഒരു MLAമാരോട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കൂ, ആരാണ് LDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആവേണ്ടത്? അവർ പറയുന്ന പേര്, 1 പിണറായി വിജയനാണെങ്കിൽ 2 മന്ത്രി റിയാസിന്റെ പേര്, 3 ശൈലജ ടീച്ചറുടെ പേര്, 4 വി ശിവൻകുട്ടിയുടെ പേര്, അല്ലെങ്കിൽ ഗോവിന്ദന്റെ പേര്. പിന്നെ ഒരു കാര്യം, കോൺഗ്രസിന്റെ MLAമാരോട് ചോദിച്ചു നോക്കൂ, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, ഷാഫി പറമ്പിൽ, വലിയ വലിയ നേതാക്കളുടെ പേരാണ് ഞാൻ പറയുന്നത്, കെ സി വേണുഗോപാൽ, കെ സുധാകരൻ, കേട്ടാൽ രോമം ഉയരുന്നുണ്ട്. അതായത് ഈ പറയുന്ന വി ഡി സതീശന്റെ ഗ്രൗണ്ട് വർക്ക് ഏറ്റവും കൂടുതൽ വർക്കായത് ഭയങ്കരമായിട്ട് നേതാക്കളെ കൊണ്ടുവന്നു, യുവാക്കളെ, രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെയുള്ള വലിയ വലിയ യുവാക്കളെ കൊണ്ടുവന്നത് ഈ പറയുന്ന വി ഡി സതീശനാണ്. പിന്നെ ഒരു കാര്യം പറയാം, തകർന്ന് തരിപ്പണമായ കോൺഗ്രസ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതോടുകൂടി ലോക്സഭ ഇലക്ഷൻ തൂത്തുവാരുന്നു. അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് തൂത്തുവാരുന്നു, ബൈ ഇലക്ഷൻ, അത് എന്ത് പറഞ്ഞാൽ ഇപ്പോൾ നിലമ്പൂർ, പാലക്കാടിലൊക്കെ ഇലക്ഷൻ നടന്നല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിലും ആര്യാടൻ ഷൗക്കത്തൊക്കെ തൂത്തുവാരിയല്ലോ. അതൊക്കെ ഈ പറയുന്ന വി ഡി സതീശനാണ് ക്രെഡിറ്റ്. കാരണം നമ്മൾ വിചാരിക്കുന്നത് സതീശൻ മീഡിയാസിന് മുമ്പിൽ എന്തെങ്കിലും പറയുന്നു എന്നല്ലേ. അല്ല, സതീശന്റെ ഓഫീസിൽ സതീശനാണ് ഗ്രൗണ്ട് തയ്യാറാക്കുന്നത്, ഇന്ന സ്ഥലത്തിൽ ഇന്നയാൾ നിന്നാൽ മതി എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കോൺഗ്രസിനെ ഭരിക്കണമെങ്കിൽ അത് വി ഡി സതീശനാണ്. അതിന് 2 കാരണം. 1, കോൺഗ്രസ് എന്നേക്കുമായിട്ട് ഇല്ലാതായി എന്ന് ഞാൻ നിങ്ങളും വിചാരിച്ച സമയത്ത് അവിടെ നിന്ന് കൊണ്ടുവന്നത് വി ഡി സതീശനാണ്. 2, വി ഡി സതീശന് വർഗീയത എന്ന് പറയുന്ന സാധനമില്ല. SDP പേടിക്കുന്നുണ്ട്, RSSും പേടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയായി വരേണ്ടത് വി ഡി സതീശൻ മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.